ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025. ദേശീയ അവാർഡ് ലഭിച്ച HULന്റെ വളരെ പ്രശസ്തമായ ഒരു പരസ്യമുണ്ട്. വരണ്ടുണങ്ങിയ ഒരു ഗ്രാമം, നോക്കത്താ ദൂരത്തോളം വറുതിയും വരൾച്ചയും മാത്രം. അങ്ങ് അകലെ നിന്ന് ഒരു ഗ്രാമീണൻ നടന്നു വരുന്നു. പൊടുന്നനെ അയാളുടെ കണ്ണിന് മുൻപിൽ ഒരു കുളിമുറി പ്രത്യക്ഷപ്പെടുകയാണ്. 4 ചുവരുകളും ഗ്ലാസ് കൊണ്ട് തീർത്ത സുതാര്യവും വൃത്തിയുള്ളതുമായ ഒരു കുളിമുറി. അതിലാകെയുള്ളത് ഒരു ഷവർ മാത്രമാണ്. ഷവറിന്റെ ടാപ്പ് അറിയാതെ തുറക്കുന്ന ഗ്രാമീണനെ വരവേൽക്കുന്നത് ഷവറിൽ നിന്നുമുള്ള അണമുറിയാത്ത ജലധാരയാണ്. ഒന്നമ്പരക്കുന്ന അയാൾ തൊട്ടടുത്ത നിമിഷം കൈക്കുമ്പിളിൽ ആ വെള്ളം ശേഖരിച്ച് ആർത്തിയോടെ കുടിക്കുന്നു. തന്റെ ഗ്രാമത്തിലുള്ള മറ്റു മനുഷ്യരെ ഈ വിവരം അറിയിക്കുന്നു. അതോടെ അവരെല്ലാവരും വരിവരിയായി വെള്ളം കുടിക്കാനായി അണിനിരക്കുന്നു. ദിവസേന കുളിക്കാനായി ഒരാൾ പാഴാക്കുന്ന വെള്ളം മറ്റൊരു നാട്ടിൽ മറ്റൊരിടത്ത് ജീവൻ നിലനിർത്താൻ പെടാപ്പാടുപെടുന്ന മനുഷ്യർക്ക് ഒരു ആഡംബരമാണ് എന്ന തിരിച്ചറിവ് സമ്മാനിച്ചാണ് ആ പ്രശസ്തമായ പരസ്യം അവസാനിക്കുന്നത്. എണ്ണമറ്റ തോടുകളും പുഴകളുമുള്ള നമുക്ക് ജലം ഒരു സാധാരണ കാഴ്ചയും വസ്തുവുമാണ്. പക്ഷേ അതൊരു ആഡംബരമായി കാണുന്ന കോടിക്കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് നാം മറക്കരുത്. ജനങ്ങളോട് തന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലസംരക്ഷണ പ്രവർത്തനങ്ങളെയും അതിന്റെ ആവശ്യകതയും പലകുറി സ്മരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ജലക്ഷാമം, അത് നേരിടാനുള്ള വഴികൾ എന്നിവയും ഇത്തവണത്തെ മൻ കി ബാത്തിൽ അദ്ദേഹം പരാമർശിച്ചിരുന്നു. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനിന്റെ കീഴിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വളരെ മികച്ച ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ പുതിയ പതിപ്പിൽ പറഞ്ഞിരുന്നു. हर साल की तरह इस बार भी कैच द रेन अभियान के लिए कमर कस ली गई है. ये अभियान भी सरकार का नहीं बल्कि समाज का है, जनता जनार्दन का है. जल संरक्षण से ज्यादा लोगों को जोड़ने के लिए जल संचय जन भागीदारी अभियान भी चलाया जा रहा है. ജൽശക്തി മന്ത്രാലയം ലോക ജലദിനമായ 2025 മാർച്ച് 22-നാണ് ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 പതിപ്പിന് തുടക്കമിട്ടത്. രാജ്യത്തുടനീളമുള്ള 148 ജില്ലകളിലാണ് ഈ മുന്നേറ്റം ഇക്കുറി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓരോ തുള്ളിയും എണ്ണപ്പെടുന്നു എന്ന ദർശനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ജലസംരക്ഷണത്തിനായുള്ള രാജ്യവ്യാപകമായ അവബോധവും പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 ലക്ഷ്യമിടുന്നത്. ജലദൌർലഭ്യം അത്ര പേടിക്കേണ്ട ഒന്നാണോ, അതോ ഏതെങ്കിലും സ്ഥാപിത ശക്തികൾ നമ്മെ പറഞ്ഞു പറ്റിക്കുകയാണോ? കുസാറ്റ് സർവകലാശാല അഡ്വാൻസ്ഡ് സെന്റർ ഫോർ റഡാർ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് സംസാരിക്കുന്നു. ആഗോളതാപനം പൊതുവെ ആഗോള ജലചംക്രമണത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് കാരണം ഒരു പ്രദേശത്ത് തന്നെ അതിതീവ്ര മഴയും അതോടൊപ്പം തന്നെ വരൾച്ചയും ഉണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അത് ലോകത്തിന്റെ എല്ലാ കോണുകളിലും അതോടൊപ്പം തന്നെ കേരളത്തിലും അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുക. മാനുഷിക പ്രവർത്തനങ്ങൾ മൂലം നമ്മുടെ ഭൂപരിതലത്തിലും മണ്ണിലും ഒക്കെ വെള്ളത്തെ സംഭരിച്ച് നിർത്തുവാനുള്ള ശേഷി കാലക്രമത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജലചംക്രമണത്തിന്റെ വേഗത വർദ്ധിക്കുന്നത് ജലലഭ്യതയുടെ കാര്യത്തിൽ വളരെയധികം പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ആ ഒരു
ഒരു പ്രതിസന്ധി രൂക്ഷമായിട്ട് നമുക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മുടെ ഡിമാൻഡും അതോടൊപ്പം തന്നെ നമ്മുടെ സപ്ലൈയും തമ്മിൽ വലിയ അന്തരമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് അതിവിപുലമായിട്ടുള്ള ഒരു വാട്ടർ പൊട്ടൻഷ്യലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ വാട്ടർ പൊട്ടൻഷ്യൽ കേരളത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 120 ട്രില്യൺ ലിറ്റർ വാട്ടറാണ്. അതിൽ തന്നെ ഒരു 20% വെള്ളമൊക്കെ നമുക്ക് സംഭരിക്കുവാനുള്ള ശേഷി നമ്മൾ വീണ്ടെടുത്തു കഴിഞ്ഞാൽ കൂടുതലും ഇത്തരം വരൾച്ചയെയും അതോടൊപ്പം തന്നെ മഴകൾക്കിടയിലുള്ള ഇടവേളകളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പ്രകൃതി വിഭവങ്ങൾ നമ്മുടെ സ്വന്തമാണ് എന്ന ചിന്ത ഒരേ സമയം ആപത്തും മഠയത്വവുമാണ്. നാം കേവലം കാവൽക്കാർ മാത്രമാണ്. ഈ കാണുന്ന കാടും പുഴകളുമൊക്കെ നമ്മുടെ പൂർവികർ അവരുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് സുരക്ഷിതമായി നമുക്ക് കൈമാറിയവയാണ്. അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നത് നമ്മുടെ ഔദാര്യമല്ല, മറിച്ച് ഉത്തരവാദിത്തമാണ്. അല്ലാത്തപക്ഷം തികച്ചും സ്വാർത്ഥവും ലാഭക്കൊതിയോടും കൂടി ഭൂമിയോട് പെരുമാറിയ, വരും തലമുറയെ പാടെ അവഗണിച്ച ഒരു വിഭാഗം എന്ന പേരിലാകും നാം ചരിത്രത്തിൽ അറിയപ്പെടുക. തിരുവനന്തപുരം നെല്ലിമൂട് സെന്റ് ക്രിസോസ്റ്റോം GHSSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി യജ്ഞ റോസ് അഭിനന്ദന് ഈ വിഷയത്തിൽ നമ്മോട് എന്തോ പറയാനുണ്ട്. ഭൂമിയിലെ ജലത്തിൽ 3% മാത്രമാണ് ശുദ്ധജലമുള്ളത്. അതിൽ 0.3% അല്ലെങ്കിൽ 1% ജലം മാത്രമേ നമുക്ക് കുടിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അത്രയും പ്രാധാന്യമർഹിക്കുന്ന ജലം നാം സംരക്ഷിക്കുന്നുണ്ടോ? ദിനം പ്രതി ധാരാളം ജലം നാം പാഴാക്കുന്നു. ജലസ്രോതസ്സുകളായ പുഴയും തോടുകളും ഇന്ന് മലിനമാക്കപ്പെടുകയാണ്. ഫാക്ടറി മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് പുഴകൾ നിറയുകയാണ്. ഇങ്ങനെ പോയാൽ വരും തലമുറയ്ക്ക് കുടിക്കാൻ പോലും ജലം കാണില്ല. ശുദ്ധജലം കുടിക്കാനും അത് ദൈനംദിനം ഉപയോഗിക്കാനുമുള്ള അവകാശം അവർക്കുമില്ലേ? ഇന്നു മുതൽ നമുക്ക് ആരംഭിക്കാം. വരാൻ പോകുന്ന പുതുതലമുറയ്ക്ക് വേണ്ടി ജലം സംരക്ഷിക്കാം. പശ്ചിമഘട്ട മലനിരകളും അറബിക്കടലും കനിഞ്ഞു നൽകിയ നമ്മുടെ നാടിന്റെ ഐശ്വര്യങ്ങളിലൊന്നാണ് നാടിന്റെ ഞരമ്പുകളായ തോടുകൾ. എന്നാൽ സമൂഹത്തിന്റെ തെറ്റായ സമീപനം അവയിൽ പലതിനെയും ഇതിനകം തന്നെ ഇല്ലാതാക്കി. ഈ അരക്ഷിതാവസ്ഥ മറികടക്കാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരള മിഷൻ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന തോട് ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. കണ്ണൂർ ജില്ലയിലെ വിശേഷങ്ങളുമായി ഹരിത കേരളം കണ്ണൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ EK സോമശേഖരൻ. കണ്ണൂർ ജില്ലയിൽ 575 കിലോമീറ്റർ നീളത്തിലാണ് തോടുകൾ ശുചീകരിച്ചത്. 616 തോടുകൾ ഈ വിധത്തിൽ വൃത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ തോടുകൾ ശുചീകരിച്ചത് മാലൂർ ഗ്രാമപഞ്ചായത്തിലാണ്, 94 എണ്ണം. കേളകം പഞ്ചായത്തിൽ 44, ഉദയഗിരി പഞ്ചായത്തിൽ 33, പേരാവൂർ പഞ്ചായത്തിൽ 33, പെരിങ്ങോം വേക്കര പഞ്ചായത്തിൽ 32 തോടുകൾ ശുചീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ പയ്യന്നൂർ നഗരസഭയിൽ 16 തോടുകളാണ് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ശുചീകരിച്ചത്. തോട് ശുചീകരണം മാത്രമല്ല ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് ജലഗുണ പരിശോധന ലാബുകൾ ആരംഭിക്കാനും സാധിച്ചു. ഈ ലാബുകളുടെ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട്. 31 സ്കൂളുകളിലാണ് ജില്ലയിൽ ജലഗുണ ലാബുകൾ പ്രവർത്തിപ്പിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ പ്രദേശത്തെ നാട്ടുകാർക്ക് ആവശ്യമായ വെള്ളം പരിശോധനയ്ക്കുള്ള സൗകര്യം വളരെ സൗജന്യമായി സ്കൂളുകളിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ പുതിയ രൂപത്തിലേക്ക് കടക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായി ഇനി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് തോടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള തോട് സഭകൾ സംഘടിപ്പിക്കലാണ്. ജില്ലയിൽ ഇതിനകം തോട് സഭകൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ തോടുകളുടെ കേന്ദ്രീകരിച്ചിട്ടും തോട് സഭകൾ സംഘടിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഹരിത കേരളം മിഷൻ. ആകുമ്പോഴേക്കും നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിന് 47,800 ദശലക്ഷം ഘനമീറ്റർ ജലം ആവശ്യമായി വരും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിരവധി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഹരിത കേരള മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അബ്രഹാം കോശി തരങ്കിണിയോട്. ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന പ്രവർത്തനം നമ്മുടെ തദ്ദേശഭരണ സ്ഥാപന തലത്തിൽ നടന്നു വരികയാണ്. അനുയോജ്യമായ ഇടങ്ങളിൽ ഒരു പ്രദേശമാകെ റീചാർജിംഗ് നടത്തി ഭൂജല വിതാനം ഉയർത്തുന്ന പ്രവർത്തനങ്ങളും ഏറ്റെടുത്തു വരുന്നുണ്ട്. ഉപരിതല ജല സംഭരണത്തിന് 3ാം നിര ചാലുകൾ മുതൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ബന്ധാരകൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ അനുയോജ്യമാണ്. മഴക്കാലത്ത്
നീരൊഴുക്ക് തടസ്സപ്പെടുത്താതെ പൂർണ്ണമായും തുറന്നു വയ്ക്കാവുന്ന നിർമ്മിതികളാണിത്. കുടിവെള്ള സ്രോതസ്സുകളെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കുറച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സാധ്യമായ സ്ഥലങ്ങളിൽ പാറമടകളിലെ വെള്ളം ജലസേചനത്തിന് ഉപയോഗിക്കുന്ന രീതി ഇപ്പോൾ വ്യാപകമായിട്ട് നമ്മൾ നടത്തി വരുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ സെപ്റ്റിക് ടാങ്കുകൾ റിട്രോഫിറ്റിംഗ് നടത്തി ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയാൽ മലിനജലം വ്യാപകമാകുന്നത് നമുക്ക് തടയുന്നതിന് സാധിക്കും. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും ഭൂജല വിതാനം ക്രിട്ടിക്കൽ, സെമി ക്രിട്ടിക്കൽ അവസ്ഥയിലുള്ള പ്രദേശങ്ങളുണ്ട്. ഇവ കേന്ദ്രീകരിച്ച് ഒരു പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ പ്രദേശത്തും ഒരേപോലെ ജലലഭ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തിന് മുമ്പിലുള്ള വഴി. രണ്ടായിരത്തി 2023 ദേശീയ ജല പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്, തിരുവനന്തപുരം ജില്ലയിലെ പുല്ലംപാറ. അക്കുറി കേരളത്തിനുള്ള ഏക പുരസ്കാരമായിരുന്നു അത്. പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ജലസംരക്ഷണ പദ്ധതികളാണ് പഞ്ചായത്തിന് ഈ സമ്മാനം നേടിക്കൊടുത്തത്. പുല്ലംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേഷ് തരങ്കിണിയോട്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിനടുത്തുള്ള ഒരു മലയോര പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷിയും മൃഗസംരക്ഷണവും ഒക്കെയാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ. ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ മുദ്രാവാക്യം തന്നെ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനായുള്ള ജനകീയ കൂട്ടായ്മ എന്നുള്ളതാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ 12 കിലോമീറ്ററോളം പൂർണ്ണമായും വാമനപുരം പുഴയാണ് ഒഴുകുന്നത്. ഈ പ്രവർത്തനത്തിന്റെ വിജയം എന്ന് പറയുന്നത് ദേശീയ തൊഴിൽ പദ്ധതിയുടെ തൊഴിലാളികളാണ്. ചെയ്ത പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുളങ്ങൾ ഉണ്ടാക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത പഞ്ചായത്ത് പുല്ലംപാറ ഗ്രാമം. അതുകൂടാതെ മഴക്കുഴികൾ നിർമ്മിക്കുക, റെയിൻ ഹാർവസ്റ്റിംഗ് സംവിധാനം കൊണ്ടുവരിക, സ്ട്രീം ഫസ്റ്റ്, സ്ട്രീം സെക്കൻഡ് ഉൾപ്പെടെയുള്ള തോടുകളിൽ തടയണകൾ കെട്ടിയും അതുപോലെ ബണ്ടുകൾ നിർമ്മിച്ചും പരമാവധി വെള്ളത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. സ്പ്രിംഗ് ഷെഡ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ പുല്ലംപാറ ഗ്രാമപഞ്ചായത്തിലാണ്. എല്ലാ തോടുകൾക്കും ഒരു തലക്കുളം ഉണ്ടാകും. ആ തലക്കുളം സംരക്ഷിക്കുക, ആ തലക്കുളത്തിലേക്ക് വരുന്ന സൂക്ഷ്മതലത്തിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്ന പ്രവർത്തനമാണ് സ്പ്രിംഗ് ഷെഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒട്ടനവധി കുളങ്ങളെ ഇതിന്റെ ഭാഗമായി സംരക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുളം കളരി വനത്തിനടുത്തുള്ള അക്ഷരത്തുരുത്ത് തന്നെയാണ്. ഒരു കുളം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അത് സാംസ്കാരിക പ്രവർത്തനത്തോട് വേദിയാക്കാം എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ നീർക്കുളങ്ങളെ എല്ലാം തന്നെ സംരക്ഷിക്കുന്നുണ്ട്. മാമൂട് ഒരു നീർക്കുളം, അവിടെ നിന്നാണ് ഇപ്പോൾ കുടിവെള്ളം എടുക്കുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഒട്ടനവധി ചെയ്തതിന്റെ ഒരു ഫലം എന്ന രീതിയിലാണ് അവാർഡ് ലഭിച്ചത്. അവാർഡല്ല നമ്മൾ കാണുന്നത്, അവാർഡിനപ്പുറം നമുക്ക് എങ്ങനെയാണ് മഴവെള്ളത്തെയും കുടിവെള്ളത്തെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന്റെ IT ഹബ്ബായ ബംഗളൂരു രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നു എന്ന വാർത്ത കണ്ട് ഞെട്ടിയവരാണ് നാം. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ കുടിവെള്ള ടാങ്കറുകൾക്ക് പിന്നാലെ പരക്കം പായുന്നത് അവിശ്വസനീയമായ കാഴ്ചയായിരുന്നു. അതുപോലൊന്ന് നമുക്കിടയിൽ ഉണ്ടാകില്ല എന്നത് നാം ഓരോരുത്തരും ഉറപ്പാക്കേണ്ടതുണ്ട്. ഓരോ തുള്ളി വെള്ളവും ഉറവിടത്തിൽ വെച്ച് തന്നെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. തൊടിയിൽ മഴക്കുഴി നിർമ്മിച്ചും പൂന്തോട്ടത്തിൽ തുള്ളിനന ഒരുക്കിയും പരമാവധി ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാൻ അവസരമൊരുക്കിയും നമുക്ക് ഏറെ മുന്നോട്ടു പോകാൻ കഴിയും. ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 അതിനുള്ള ഒരു നല്ല തുടക്കമാകട്ടെ. ഓർക്കുക, ജലം ഒരു ആർഭാടമല്ല, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വരും തലമുറയോട് നാം കാട്ടേണ്ട കരുതലാണ്. തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9:00.